മുഖ്യമന്ത്രിയുടെ മുഖഭാവം വ്യക്തമാക്കുന്നത്. കാരണം ചെന്നിത്തല മുന്നോട്ട് വച്ച ഉപാധികൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ് വി.ഡി. സതീശനും. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും രഞ്ജിത്ത് അമ്പാടിയിലേക്ക്. രഞ്ജിത്ത്, നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുകയാണോ? ഈ പറഞ്ഞതുപോലെ തന്നെ ചെന്നിത്തലയുടെ വസതിയിൽ വീണ്ടും എത്തി ഒരു അനുനയ നീക്കം നടത്തുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല എന്ന രീതിയിലേക്ക് വേണം നമുക്ക് നിലവിലെ കാര്യങ്ങളെ വിലയിരുത്താൻ. കാരണം ഒരു സമവായം ഉണ്ടായിരുന്നെങ്കിൽ ചെന്നിത്തലയും വി.ഡി. സതീശനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുമായിരുന്നു. അല്ലെങ്കിൽ വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരം നൽകുമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏത് തരത്തിലായാലും ആഭ്യന്തര വകുപ്പായി കഴിഞ്ഞാലും ധനവകുപ്പായി കഴിഞ്ഞാലും അഞ്ച് മന്ത്രിമാരായി കഴിഞ്ഞാലും പി.ജെ. ജോസഫ് മുന്നോട്ട് വയ്ക്കുന്ന 2 മന്ത്രിസ്ഥാനമായി കഴിഞ്ഞാലും ഒന്നിലും ഒരു സമവായം ഉഭയകക്ഷി ചർച്ചയിൽ ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളിലാണ് ഈ തർക്കം നിൽക്കുന്നത്. ഒന്ന്, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെന്നുള്ളത്. ആഭ്യന്തര വകുപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണ്ട എന്ന നിലപാടിലേക്ക് സതീശൻ നിൽക്കുന്നു. ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്താൽ അത് വലിയ ക്ഷീണം തന്നെയാണ് വി.ഡി. സതീശൻ്റെ പക്ഷത്തിനുണ്ടാക്കുക എന്നുള്ളത് വ്യക്തമായി അറിയാം. ഈ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും ഗ്ലാമറുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വകുപ്പ് ആഭ്യന്തരമാണ്. അപ്പോൾ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന, ക്രമസമാധാന സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രി നേരത്തെ ഈ ഒരു വകുപ്പിൽ 2.5 വർഷക്കാലം ഇരുന്ന പരിചയം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അപ്പോൾ അത് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു, എന്നാൽ വിട്ടുകൊടുക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ല. ഇവിടെ ദേശീയ നേതൃത്വം ഇടപെടുന്നു. വി.ഡി. സതീശനോട് വീണ്ടും ചെന്നിത്തലയുമായി ചർച്ച ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അപ്പോഴും ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത് തനിക്ക് കിട്ടേണ്ടിയിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഇനി അതിന് പരിഹാരമായി തന്നോടൊപ്പമുള്ള 2 പ്രധാന വ്യക്തികളെ, ഐ സി ബാലകൃഷ്ണനെയും അതുപോലെ അൻവർ സാദത്തിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. താരതമ്യേന സീനിയർ അല്ലാത്ത ആളുകളാണ്, എങ്കിലും അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. തനിക്ക് ആഭ്യന്തരം നൽകണം. അതുപോലെ തന്നോടൊപ്പം നിൽക്കുന്ന ജോസഫ് വാഴക്കിനെ KPCC പ്രസിഡന്റാകണം. ഈ 4 ആവശ്യങ്ങളാണ് വി.ഡി. സതീശന് മുന്നിലും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലും ചെന്നിത്തല വയ്ക്കുന്നത്. ഇതിലാണ് തർക്കം നിലനിൽക്കുന്നത്. കാരണം ഈ 2 പേരെയും ഒന്നിച്ച് മന്ത്രിമാരാക്കുക എന്നുള്ളത് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അതേസമയം KC വേണുഗോപാൽ പക്ഷം 8-10 പേരുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ഇതും പൂർണ്ണമായി അംഗീകരിക്കാൻ വി.ഡി. സതീശന് കഴിയില്ല. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയെങ്കിൽ തങ്ങളോടൊപ്പമുള്ള ആളുകൾ മന്ത്രിയാവട്ടെ. വി.ഡി. സതീശൻ്റെ കൂടെ നിന്ന പലരെയും സ്ഥാനത്ത് നിന്ന് വെട്ടാനുള്ള നീക്കം നടക്കുന്നു. ഇപ്പോൾ KP പ്രധാനമായും ഉയരുന്ന പേരുകൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. കെ മുരളീധരൻ, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, അതുപോലെ ചാണ്ടി ഉമ്മൻ്റെ പേര് ഉയർന്നു നിൽക്കുന്നു. ഒന്നുകിൽ ചാണ്ടി ഉമ്മൻ അല്ലെങ്കിൽ മാറ്റുൽ കുഴൽനാടൻ. മറ്റൊന്ന് എൻ ശക്തൻ, തിരുവനന്തപുരത്ത് നിന്ന് നാടാർ സമുദായത്തെ പ്രതിനിധീകരിച്ച ഒരു മന്ത്രി കൊടുത്തേ പറ്റൂ. അങ്ങനെയെങ്കിൽ എൻ ശക്തൻ മന്ത്രിയാകും. ടി സിദ്ദിഖിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം KC വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിലേക്ക് വരും. PC വിഷ്ണുനാഥ് ഒന്നുകിൽ മന്ത്രി അല്ലെങ്കിൽ സ്പീക്കറായി മാറും. സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനം കൊടുത്തേ കഴിയുള്ളൂ. അതുപോലെ AP അനിൽകുമാറിന് മന്ത്രിസ്ഥാനം ഉറപ്പാണെന്നുള്ളതാണ് ഏറെക്കുറെ ലഭിക്കുന്ന വിവരം. എം ലിജുവിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം ഇപ്പോൾ ചെന്നിത്തലയും KCയും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാനെ കൂടി പരിഗണിക്കുന്നു. ഒന്നുകിൽ ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ. ഇതിൽ ബിന്ദു കൃഷ്ണയുടെ പേരിനാണ് മുൻതൂക്കം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ. ഇതിലാരെങ്കിലും ഒരാളെ പരിഗണിക്കുന്നു. അതുപോലെ IC ബാലകൃഷ്ണന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചെന്നിത്തല പറയുന്നു അൻവർ സാദത്തിന് കൂടി നൽകേണ്ടതുണ്ട് എന്ന്. ഇത് എവിടെ എത്തി അവസാനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മന്ത്രിമാരുടെ പട്ടിക പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഗവർണറുടെ ഓഫീസിലേക്ക് കൈമാറേണ്ടതുണ്ട്. ഇത് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അടുത്ത രംഗപ്രവേശനം ചെയ്യുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ തലസ്ഥാനത്തേക്ക് എത്തിയെന്നാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. KCയുടെ വീട്ടിൽ KC ഉടൻ എത്തും. അവിടെ കൂടിക്കാഴ്ച നടത്തും. ചിലപ്പോൾ വി.ഡി. സതീശനുമായുള്ള കൂടിക്കാഴ്ച അവിടെ നടക്കും. ഇതിനെല്ലാത്തിനും ശേഷമായിരിക്കും രമ്യമായ ഒരു പരിഹാരം ഉണ്ടാവുക. പക്ഷേ എനിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണെങ്കിൽ വി.ഡി. സതീശനൊന്ന് അനുനയം നടത്തേണ്ടി വരും. വി.ഡി. സതീശനൊന്ന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം വിട്ടുകൊടുത്തുകൊണ്ടുള്ള രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം എല്ലാ ഗ്രൂപ്പുകളും ഈ KC ആയാലും ചെന്നിത്തലയായാലും വി.ഡി. ആയി കഴിഞ്ഞാലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്.